ഉംറയ്ക്ക് പോകുന്ന സഹോദരിമാർ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. പല സ്ത്രീകളും ഉംറയ്ക്ക് പോയിട്ട് ചെയ്യൽ സുന്നത്തില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സുന്നത്തുള്ള കാര്യങ്ങളെ പോലെ അവ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അബദ്ധങ്ങളാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയിടത്തുള്ള പ്രശ്നങ്ങളാണ് അതിന് പിന്നിലുണ്ടാവുക. അതിൽ ഒന്നാമത്തേത്, സ്ത്രീ ഇഹ്റാമിന് വേണ്ടിക്കൊണ്ട് നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഹജ്ജിനാവട്ടെ അല്ലെങ്കിൽ ഉംറയ്ക്കാവട്ടെ അവൾ നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവൾ അവളുടെ മുഖമോ അല്ലെങ്കിൽ അവളുടെ മുൻകൈകളോ മറക്കാൻ പാടില്ല. അത് അവൾക്ക് നിഷിദ്ധമായ കാര്യമാണ്. പിന്നീട് അവൾ എന്ത് ചെയ്യാൻ പാടില്ല? അവളുടെ മുഖം മറക്കാനും പാടില്ല. അതുപോലെ അവളുടെ രണ്ട് മുൻകൈകളും മറക്കാൻ പാടില്ല. അത് തുറന്നാണ് ഇടേണ്ടത്. കയ്യുറ ധരിച്ചോ അല്ലെങ്കിൽ ഹിജാബ്, മുഖം മറക്കുന്ന ഹിജാബുകൾ ധരിച്ചുകൊണ്ടോ അവൾ മുഖം മറക്കാൻ പാടില്ല. ഇത് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പാടില്ലാത്ത കാര്യമാണ്. ഞാൻ നാട്ടിലൊക്കെ മുഖം മറച്ചിരുന്നവളാണ്, കയ്യുറ ധരിച്ചിരുന്നവളാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെയും ചെയ്യണമെന്ന് കരുതിയിട്ട് അങ്ങനെ മുഖം മറക്കാനോ കയ്യുറ ധരിക്കാനോ അവിടെ അനുവദനീയമല്ല. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഉംറയ്ക്കും ഹജ്ജിനും ഇഹ്റാം ചെയ്തതിന് ശേഷം. എന്നാൽ ഉംറയും ഹജ്ജും കഴിഞ്ഞതിന് ശേഷം അവരത് മറക്കണം. അവര് ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും തഹല്ലുലായാൽ പിന്നെ അത് മറക്കണം. പിന്നെയും വെളിവാക്കി നടക്കൽ അനുവദനീയമല്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്ത്രീകളെ ഉംറയുടെ നിയ്യത്ത് ചെയ്ത് തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഇങ്ങനെ പിന്നെ മുഖവും അതുപോലെ മുൻകൈയും വെളിവാക്കിക്കൊണ്ട് നടക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല. അത് മറക്കപ്പെടേണ്ടതാണ്. അന്യപുരുഷന്മാരിൽ നിന്നും അവൾ അത് തീർച്ചയായിട്ടും മറക്കപ്പെടേണ്ടതാണ്. പിന്നെ നമ്മള് ഖുദൂമിന്റെ തവാഫ് ചെയ്യുമ്പോൾ റംല് നടക്കൽ പുരുഷന്മാർക്ക് മാത്രം സുന്നത്തുള്ള കാര്യമാണ്. അതായത് ഉളരി നടക്കുക. ആദ്യത്തെ 3 ചുറ്റുകളിൽ ഒന്ന് ഉളരി വേഗത്തിൽ നടക്കുക. അതിനാണ് റംല് നടത്തം എന്ന് പറയാം. ഇത് നടത്തുന്നത് സ്ത്രീകൾക്ക് സുന്നത്തില്ലാത്തതും പുരുഷന്മാർക്ക് സുന്നത്തായ കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകൾ വേഗത്തിൽ നടക്കുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങളും അതുപോലെ നടക്കട്ടെ എന്ന് കരുതിയിട്ട് സ്ത്രീകൾ ആ സുന്നത്ത് എടുക്കേണ്ട കാര്യം അവിടെ ഇല്ല. അത് അവർക്ക് സുന്നത്തില്ലാത്ത ഒരു വിഷയമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, സഅയിലും ഇതുപോലെ ധൃതി പിടിച്ചു നടക്കുന്ന ഒരവസ്ഥയുണ്ട്. സഅയ് ചെയ്യുന്ന സമയത്ത് ആ സഅയിന്റെ ഒരു പ്രത്യേക ഭാഗത്തെത്തുമ്പോൾ പുരുഷന്മാർക്ക് ഓടൽ സുന്നത്തുണ്ട്. ഉളരി നടക്കുക, ഓടുക എന്ന് പറഞ്ഞാൽ അവിടെ ഉളരി നടക്കൽ സുന്നത്തുണ്ട്. അത് സ്ത്രീകൾക്ക് അവിടെ സുന്നത്തില്ല. പുരുഷന്മാർക്ക് മാത്രമേ അവിടെ അതും സുന്നത്ത് ഉള്ളൂ. പിന്നെ മുടി കളയുന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. പുരുഷന്മാർക്ക് സുന്നത്തുള്ളത് മുഴുവൻ മുടി കളയലും സുന്നത്താണ്. എന്നാൽ സ്ത്രീകൾക്ക് മുടിയുടെ തലപ്പിൽ നിന്ന് അല്പം വെട്ടിക്കളയൽ മാത്രമേ സുന്നത്തുള്ളൂ. അതാണ് തഹല്ലുലാവാൻ അവർ ചെയ്യേണ്ടത്. അത്രേ വേണ്ടുള്ളൂ അവർ ചെയ്യേണ്ടത്. എന്നാൽ പുരുഷനാവട്ടെ തലമുടി മുഴുവനും കളഞ്ഞ് മൊട്ടയടിക്കുക എന്ന് പറയും. അത് ചെയ്യൽ സുന്നത്താകുന്നു. ആർക്ക്? പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് മൊട്ടയടിക്കൽ സുന്നത്തില്ല. സ്ത്രീകൾ അത് ചെയ്യാൻ പാടില്ല. പിന്നെ ദുൽഹജ്ജ് 9 അതായത് അറഫ ദിവസത്തിൽ സ്ത്രീകൾ മുസ്തലിഫയിൽ നേരം വെളുക്കുവോളം താമസിക്കണം എന്നതില്ല. രാത്രി തന്നെ അവർക്ക് മിനായിലേക്ക് പുറപ്പെട്ടു പോകാവുന്നതാണ്. രാത്രി തന്നെ സ്ത്രീകൾക്ക് മിനായിലേക്ക് പുറപ്പെട്ടു പോകാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചില ഉംറയുടെ മസലകളുമായി കൊണ്ടുവരാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.